നമസ്കാരം. കൊല്ലത്ത് തേവരക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ അമ്മ സുജ നാട്ടിലെത്തി. രാവിലെ 9:30 സുജ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിക്ക് കുവൈറ്റിലേക്ക് തിരിച്ചു രാത്രി എത്തിച്ചേർന്നു. ശേഷം പുലർച്ചെ 1:15 കുവൈറ്റിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാനത്തിൽ പുറപ്പെടുകയായിരുന്നു. 9 മണിയോടെ തന്നെ വിമാനം നെടുമ്പാശ്ശേരിയിലെത്തി. സുജയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ഇളയ മകനും അടുത്ത ബന്ധുക്കളുമാണ് പോയിരുന്നത്. വിമാനത്താവളത്തിന് പുറത്ത് വൈകാരിക നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പുറത്തിറങ്ങിയ സുജ ഇളയ മകനെ ചേർത്ത് നിർത്തി പൊട്ടിക്കരഞ്ഞു. മിഥുന്റെ മൃതദേഹം രാവിലെ 10 മണി മുതൽ തേവരക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. 12-ന് വീട്ടിലെത്തിച്ച് വൈകുന്നേരത്തോടെയായിരിക്കും വീട്ടുവളപ്പിൽ സംസ്കരിക്കുക. കഴിഞ്ഞ ദിവസമാണ് തേവരക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. സ്കൂളിലെത്തി കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീണ ചെരുപ്പെടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. ഇരുമ്പ് ഷീറ്റിട്ട ഷെഡിന് മുകളിലാണ് ചെരുപ്പ് വീണത്. ഇതെടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി. ഷീറ്റിന് മുകളിൽ ബെഞ്ചിട്ടു. അതിനിടെ തെന്നിപ്പോയി വീഴാതിരിക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുന്ന വൈദ്യുതി ലൈനിൽ കൈ തട്ടുകയായിരുന്നു. ഷോക്കേറ്റത് കണ്ട് ഓടിയെത്തിയ അധ്യാപകർ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്ത ശേഷം മിഥുനെ താഴെ ഇറക്കി. ഉടൻ തന്നെ ശാസ്താംകോട്ട ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മിഥുന്റെ മരണമുണ്ടാക്കിയ ദുഃഖത്തിലാണ് വിളന്തറ ഗ്രാമം മുഴുവൻ. മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു മിഥുൻ. കാൽപന്ത് കളിയിൽ മിടുക്കനായ കുട്ടി. വീടിന്റെ തൊട്ടു മുന്നിൽ തന്നെയായിരുന്നു മിഥുന്റെ കളിയിടം. ആ ഗ്രൗണ്ടിൽ കൂട്ടുകാർക്കൊപ്പം പന്ത് തട്ടേണ്ടിയിരുന്നവരാണ് അപ്രതീക്ഷിതമായി വിടവാങ്ങിയത്. അതേസമയം മിഥുന്റെ മരണത്തിൽ ഗുരുതര വീഴ്ച വ്യക്തമാകുമ്പോഴും മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കാത്തത് വിവാദത്തിലാവുകയാണ്. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്തിമ റിപ്പോർട്ട് കൈമാറി. സുരക്ഷ ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. CPM നിയന്ത്രണത്തിലുള്ളതാണ് സ്കൂൾ. അതുകൊണ്ടാണ് മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കാത്തത്. സുരക്ഷാ പ്രോട്ടോകോൾ ഉറപ്പാക്കിയിട്ടില്ല. ഹെഡ് മാസ്റ്ററുടെ വീഴ്ചയെപ്പറ്റിയും റിപ്പോർട്ടിലുണ്ട്. വൈദ്യുത ലൈൻ അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. സ്കൂളിലെ അനധികൃത നിർമ്മാണം തടയാനും സാധിച്ചിട്ടില്ല. സ്കൂളിനും KSEBിക്കും പഞ്ചായത്തിനും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. സംഭവത്തിൽ തേവരക്കര ബോയ്സ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക S സുജയെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. സ്കൂളിലെ കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രഥമ അധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. സ്കൂളിന്റെ ചുമതലയുള്ള AEOയിൽ നിന്ന് വിശദീകരണം തേടാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റിന് കാരണം കാണിക്കൽ നോട്ടീസും നൽകുമെന്നാണ് സൂചന. കാലങ്ങളായി വൈദ്യുത ലൈൻ താഴ്ന്നു കിടന്നിട്ടും ആരും അനങ്ങിയില്ല. അപായ ലൈനിന് കീഴെ സ്കൂൾ ഷെഡ് പണിയാൻ നിയമവിരുദ്ധമായാണ് അനുമതി ലഭിച്ചിരിക്കുന്നതെന്നും അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു.